എല്ലാവരും EMI എടുത്തവരും എടുക്കാത്തവരും ഉണ്ടാവും. കൂടുതൽ ആൾക്കാർ EMI എടുത്തിട്ടുണ്ടാവും. അപ്പൊ എടുത്തവര് വേഗം കമന്റ് ചെയ്ത് കമന്റ് ബോക്സ് ഉണ്ട്, അതിൽ വേദന കമന്റ് ചെയ്യുക. നമ്മൾ EMI പറ്റിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ EMI നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട GST എങ്ങനെയാണ് വരുന്നത്? അതായത് നമ്മൾക്കിപ്പോൾ അതായത് നിങ്ങൾ EMI എന്തെങ്കിലും വാങ്ങുമ്പോൾ ആ ഒരു തരുന്ന ആള് സർവീസ് ആൾ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആൾക്ക് കിട്ടുന്ന പേയ്മെന്റ് ആണ് ഇൻട്രസ്റ്റ്. അപ്പൊ GST അനുസരിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന പേയ്മെന്റ് നമ്മൾ GST അടയ്ക്കണം. അപ്പോ ഇങ്ങനെ ഒരു EMI എടുക്കുമ്പോൾ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മൾ GST അടയ്ക്കേണ്ടതുണ്ടോ? എന്നാൽ ഇല്ല എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഈ ലെൻഡിങ് ചെയ്യുന്നത് ഇങ്ങനെ കിട്ടുന്ന ഇൻട്രസ്റ്റിന് വരുന്ന GST അത് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ EMI അടയ്ക്കുമ്പോൾ ആ ഇൻട്രസ്റ്റിന്റെ ഒപ്പം GST ഉണ്ടോന്ന് ശ്രദ്ധിക്കുക, ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ പക്ഷേ വേറൊരു കേസിൽ EMI-യിൽ GST ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് EMI വന്നിട്ടുള്ളതെങ്കിൽ അതിൽ നിങ്ങൾക്ക് GST വരും. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ EMI-യിൽ GST വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ വേഗം കമന്റ് ചെയ്യുക. ആരൊക്കെ GST എടുത്ത് അതിൽ GST അടച്ചിട്ടുണ്ടെങ്കിൽ അതും